ഇനി എന്താണ് G20? ലോകത്തിൽ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ 20 പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. നിലവിൽ വന്നത് 1999. G7 അംഗങ്ങളും മറ്റ് 12 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇതിലെ അംഗങ്ങളാണ്. G20 രൂപീകരണത്തിന് കാരണമായ പ്രഖ്യാപനമാണ് ബ്രസീലിയ പ്രഖ്യാപനം. 2019 G20 നടന്ന രാജ്യമാണ് ഒസാക്ക, ജപ്പാനിലെ ഒസാക്ക. 2020 G20 നടന്നത് റിയാദാണ്, സൗദി അറേബ്യയിലെ റിയാദിൽ. അത് വിർച്വൽ സബ്മിറ്റ് ആയിരുന്നു. 2021 20ാമത് ഈ ഒരു ഉച്ചകോടി നടന്നത് ഇറ്റലിയിലെ റോമിലാണ്. 2023 G20 നടന്ന ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി. 2024 G20 നടന്ന രാജ്യമാണ് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 G20 നടക്കാൻ പോകുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ഇനി അടുത്ത് അപ്പെക്. 1989 ജനുവരി 31 കൊറിയയിലെ സിയോളിൽ നടന്ന പ്രസംഗത്തിൽ ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രി ബോം ഹോക്ക് ആണ് അപ്പെക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പെക് അഥവാ ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1989. അപ്പെക്കിലെ ആകെ അംഗസംഖ്യ 21. അപ്പെക്കിന്റെ ആസ്ഥാനം സിംഗപ്പൂർ. അപ്പെക്കിൽ അവസാനം അംഗമായ രാജ്യങ്ങളാണ് വിയറ്റ്നാം, പെറു, റഷ്യ. 2018 അപ്പെക്കിന്റെ സമ്മേളനം നടന്നത് ന്യൂ ഗിനിയയിൽ വച്ചാണ് നടന്നത്. ന്യൂ ഗിനിയ. 2019 അപ്പെക്കിന്റെ സമ്മേളനത്തിന്റെ വേദിയാണ് സാന്റിയാഗോ, ചിലിയിലെ സാന്റിയാഗോ. COVID-19 കാരണം സമ്മേളനം ക്യാൻസൽ ചെയ്തു. 2020 അപ്പെക്കിന്റെ സമ്മേളനം നടന്നത് മലേഷ്യയിലാണ്. അതൊരു വിർച്വൽ സബ്മിറ്റ് ആയിരുന്നു. അതുപോലെ 2021 അപ്പെക്കിന്റെ സമ്മേളനം നടന്നത് ന്യൂസിലൻഡിലാണ്. അതും വിർച്വൽ സബ്മിറ്റ് ആയിരുന്നു. 2022 അപ്പെക്കിന്റെ സമ്മേളനം നടന്നത് തായ്ലൻഡിൽ വെച്ചാണ്. 2023 അപ്പെക്കിന്റെ സമ്മേളനം നടന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചാണ്. 2024 അപ്പെക്കിന്റെ സമ്മേളനം നടന്നത് പെറുവിൽ വെച്ചാണ്. 2025 അപ്പെക്കിന്റെ സമ്മേളനം നടക്കാൻ പോകുന്നത് സൗത്ത് കൊറിയയിൽ വെച്ചാണ്. ഇനി അടുത്ത് ബ്രിക്സ്. ബ്രിക്സ് സ്ഥാപിതമായ വർഷം 2006 ആണ്. ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം 2009. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു സ്ഥാപകാംഗങ്ങൾ. ദക്ഷിണാഫ്രിക്ക അംഗമായതോടെയാണ് ബ്രിക് രാജ്യങ്ങൾ ബ്രിക്സ് എന്നറിയപ്പെടാൻ തുടങ്ങി. സൗത്ത് ആഫ്രിക്ക ബ്രിക്സിൽ അംഗമായ വർഷം 2010. ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് റഷ്യയിൽ വെച്ചാണ്. 2014 ബ്രിക്സ് ഉച്ചകോടിയിൽ രൂപീകരിച്ച കരുതൽ നിധിയാണ് കോണ്ടിജന്റ് റിസർവ് എഗ്രിമെന്റ് മിനി IMF എന്ന് അറിയപ്പെടുന്നു. 2020 അഥവാ 12ാമത് ബ്രിക്സ് സമ്മേളനം നടന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യയിലാണ്. അതൊരു വിർച്വൽ സബ്മിറ്റ് ആയിരുന്നു. 2021 13ാമത് ബ്രിക്സ് സമ്മേളനം നടന്നത് വീഡിയോ കോൺഫറൻസിലൂടെയാണ്. അത് നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് നടന്നത്. 2022 14ാമത് ബ്രിക്സ് സമ്മേളനം വീഡിയോ കോൺഫറൻസിലൂടെ നടന്നത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. 2023 15ാമത് ബ്രിക്സ് സമ്മേളനം നടന്നത് ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലാണ്. 2024 16ാമത് ബ്രിക്സ് സമ്മേളനം നടന്നത് കാസാനാണ്, റഷ്യയിലെ കാസാനിലാണ്. 2025 17ാമത് ബ്രിക്സ് സമ്മേളനം നടന്നത് റിയോ ഡി ജനീറോയിലാണ്, ബ്രസീലിലെ റിയോ ഡി ജനീറോ. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനമാണ് ചൈനയിലെ ഷാൻഹായ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റാണ് ദിൽമ റൂസഫ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് അഥവാ ചീഫ് റിസ്ക് ഓഫീസറാണ് അനിൽ കിഷോറ. ഇനി അടുത്ത് അറബ് ലീഗ്. അറബ് രാജ്യങ്ങളുടെ ഐക്യവും പരസ്പര സഹകരണവും ലക്ഷ്യമിടുന്ന കൂട്ടായ്മ എന്നറിയപ്പെടുന്നതാണ് അറബ് ലീഗ്. അറബ് ലീഗ് നിലവിൽ വന്നത് 1945 മാർച്ച് 22 ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ വച്ച്. ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, ലെബനാൻ, സൗദി അറേബ്യ, സിറിയ എന്നീ 6 രാജ്യങ്ങളായിരുന്നു തുടക്കത്തിൽ ഇതിലെ അംഗങ്ങൾ. അറബ് ലീഗിന്റെ ആസ്ഥാനമാണ് ഈജിപ്തിലെ കെയ്റോ. അറബ് ലീഗിന്റെ ഔദ്യോഗിക ഭാഷ അറബിക്കാണ്. അറബ് ലീഗിലെ അംഗരാജ്യങ്ങൾ 22 രാജ്യങ്ങളാണ്. 2018 അറബ് ലീഗ് ഉച്ചകോടിക്ക് വേദിയായത് റിയാദാണ്, സൗദി അറേബ്യയിലെ റിയാദ്. 2019 അറബ് ലീഗ് ഉച്ചകോടിയിൽ വേദിയായത് ടൂനിസ് ആണ്. 2022 അറബ് ലീഗ് ഉച്ചകോടിക്ക് വേദിയായത് അൾജീരിയ ആണ്. 2023 അറബ് ലീഗ് ഉച്ചകോടിക്ക് വേദിയായത് സൗദി അറേബ്യയിലെ ജിദ്ദയാണ്. 2024 അറബ് ലീഗ് ഉച്ചകോടിക്ക് വേദിയായത് ബഹ്റിനാണ്. ഇനി നാറ്റോ.